അന്റാർട്ടിക്കയിൽ പെൻഗ്വിനുള്ള പോലെ എന്തുകൊണ്ട് ആർട്ടിക്കിൽ പെൻഗ്വിനുകളില്ല? ഈ ചോദ്യം വളരെയധികം പ്രസക്തമാണ്. എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന യഥാർത്ഥ പെൻഗ്വിനുകൾ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 1800കളുടെ മധ്യത്തോടെ വംശനാശം സംഭവിച്ച ഉത്തരാർദ്ധഗോളത്തിലെ ഇപ്പോഴത്തെ പെൻഗ്വിനുകളെ പോലെ ഡോമിനന്റ് ആയ ഇവയുടെ പേരാണ് ഗ്രേറ്റ് ഓക്കുകൾ. ഇവ എങ്ങനെയാണ് യഥാർത്ഥ പെൻഗ്വിനുകളായതെന്നും ഇവയുടെ വംശം എങ്ങനെയാണ് നശിച്ചതെന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊതു ഏവിയൻ പൂർവികരിൽ നിന്നും പരിണാമം പ്രാപിച്ചവയാണ് ഓക്കുകളും പെൻഗ്വിനുകളും. പസേറിയ എന്ന ക്ലാഡിലെ സ്പെനിസിഡേ എന്ന കുടുംബത്തിൽപ്പെട്ട പെൻഗ്വിനുകൾ സൗത്തേൺ ഹെമിസ്ഫിയറിലും ആൽസിഡേ എന്ന കുടുംബത്തിൽപ്പെട്ട ഗ്രേറ്റ് ഓക്കുകൾ നോർത്തേൺ ഹെമിസ്ഫിയറിലും സ്വതന്ത്രമായി പരിണമിക്കുവാൻ തുടങ്ങി. ഓക്കുകളുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നും വ്യത്യസ്തമായി ഗ്രേറ്റ് ഓക്കിന് പരിണാമവേളയിൽ പറക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. എന്നാൽ പകരമായി നീന്തുവാനും ഡൈവ് ചെയ്യുവാനും പാകത്തിന് കരുത്തുറ്റ ശരീരവും ചെറുതും ശക്തവുമായ ചിറകുകളും അവക്ക് രൂപാന്തരപ്പെട്ടു. എന്നാൽ ഈ ഫ്ലൈറ്റ്ലെസ് അഡാപ്റ്റേഷൻ ഓ കുടുംബത്തിലെ റേസർബിൽ, ഡോഗ്കി എന്നീ അംഗങ്ങൾക്ക് ഭാഗികമായി ലഭിച്ചു. എന്നാൽ ഇവയിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് ഗ്രേറ്റ് ഓക്കുകൾ കടന്നു. അതിജീവനത്തിനായി സമുദ്രത്തെ ഇവ പൂർണ്ണമായും ആശ്രയിച്ചു എന്നതാണത്. പ്രജനനത്തിന് അല്ലാതെ കരയിലേക്ക് ഇവർ വരാതെയായി. അവയുടെ കറുപ്പും വെളുപ്പും നിറത്തിലുള്ള തൂവലുകൾ വെള്ളത്തിന് മുകളിലും താഴെയുമുള്ള വേട്ടക്കാരിൽ നിന്നും തങ്ങളുടെ ഇരകളിൽ നിന്നും ഇവയുടെ സാന്നിധ്യം മറച്ചുവെച്ചു. അതോടൊപ്പം ശക്തമായ കൊക്കുകളും അവയുടെ പ്രാഥമിക ഇരയായ മത്സ്യത്തെ പിടിക്കാൻ തികച്ചും അനുയോജ്യമാക്കി തീർത്തു. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും വലിയ വേട്ടക്കാരായി ഇവർ മാറി. അങ്ങനെ ലക്ഷക്കണക്കിന് വർഷത്തെ പരിണാമത്തിനൊടുവിൽ ഇവർ ഇന്നത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സ്പെയിൻ, കാനഡ, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ്, ഫെറോ ഐലൻഡ്, നോർവേ, അയർലാൻഡ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ തീരത്ത് പാസമുറപ്പിച്ചു. ഇങ്ങനെ 100,000-ഓളം വർഷത്തിനു മുമ്പ് ഇവയെ മനുഷ്യന്റെ പൂർവികരായ നിയാൻഡർതാലുകൾ കണ്ടെത്തുകയും അവരുടെ ഒരു പ്രധാന ആഹാര സ്രോതസ്സായി ഇവയെ മാറ്റുകയും ചെയ്തു. ഇങ്ങനെയാണ് ആദ്യമായി ഓക്കുകൾ മനുഷ്യനുമായി ഇടപെടുന്നത്. തുടർന്ന് നോർസുകാരാണ് ഭീമാകാരമായ ഇവയുടെ കൊക്കിനെ പരാമർശന തരത്തിലെ പഴയ നോർസ് പദങ്ങളായ കുന്തം അല്ലെങ്കിൽ സ്പിയർ എന്ന അർത്ഥം വരുന്ന ഗയർ എന്നതും പക്ഷി എന്ന അർത്ഥം വരുന്നത് ഫ്യൂഗൽ എന്നും ചേർത്ത് സ്പിയർ ബേർഡ് എന്ന അർത്ഥം വരുന്ന ഗയൽ ഫ്യൂഗൽ എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്നുള്ള ഗ്രേറ്റ് ഓക്ക് എന്ന പേര് വരാൻ കാരണം സ്പിയർ ബിൽ എന്ന അർത്ഥം വരുന്ന ആർപോനോസ് എന്ന വാസ് പേര് ഇവയ്ക്ക് ലഭിക്കുകയും തുടർന്ന് ഈ അർത്ഥത്തിൽ നിന്നുമാണ് കാൾ ലിനക്സ് ലാറ്റിനിൽ ആൽക്ക എന്ന് ഇവയ്ക്ക് പേര് നൽകിയതും. ഇതാണ് പിന്നീട് ഓക്കായി മാറിയത്. എന്നാൽ ഇവയുടെ ശാസ്ത്രീയ നാമം ലഭിക്കുന്നത് പ്ലം എന്ന അർത്ഥം വരുന്ന പെൻഗ്വിനസ് എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ്. തുടർന്ന് 16-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഇത് പെൻഗ്വിനായി മാറുകയും ഗ്രേറ്റ് ഓക്കിന് പകരമായി ഉപയോഗിക്കുകയും ചെയ്തു. എന്നാൽ വൈറ്റ് ഹെഡഡ് ഐലൻഡിൽ താമസിക്കുന്നത് കൊണ്ടോ തലയിൽ വെളുത്ത അടയാളം ഉള്ളതുകൊണ്ടോ വൈറ്റ് ഹെഡ് എന്ന അർത്ഥം വരുന്ന പെൻഗ്വിൻ എന്ന വെലിഷ് ഭാഷയിൽ നിന്നാണ് പെൻഗ്വിൻ എന്ന പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു. എന്തു തന്നെയായാലും പെൻഗ്വിൻ എന്ന പേര് ഗ്രേറ്റ് ഓക്കുകളെ തന്നെ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാം. ശേഷം അന്റാർട്ടിക്കൻ പ്രദേശത്ത് കണ്ടെത്തിയ ഇപ്പോൾ പെൻഗ്വിനുകൾ എന്നറിയപ്പെടുന്ന പക്ഷിക്ക് ഓക്കിനോട് വളരെയധികം സാമ്യമുള്ളത് കൊണ്ട് യൂറോപ്യൻസ് തെറ്റിദ്ധരിച്ച് പെൻഗ്വിൻ എന്ന് തന്നെ അവയെ വിളിച്ചു. ഇതാണ് പെൻഗ്വിനുകൾക്ക് ഈ പേര് ലഭിക്കാൻ കാരണം. 2 വ്യത്യസ്ത കുടുംബങ്ങളിൽ ഉൾപ്പെടുന്നവരായിട്ടും 2 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്നവരായിട്ടു കൂടി നിരവധി സിമിലാരിറ്റികൾ പെൻഗ്വിനുകൾക്കും ഓക്കുകൾക്കും കാണാൻ സാധിക്കും. ഇത് എങ്ങനെ സംഭവിച്ചെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. മുൻപ് പറഞ്ഞ പോലെ ഗ്രേറ്റ് ഓക്കുകൾ ആൽസിഡേ കുടുംബത്തിൽപ്പെട്ടവരും പെൻഗ്വിനുകൾ സ്പെനിസിഡേ കുടുംബത്തിൽപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടുള്ള സ്വഭാവങ്ങളോ ബോഡി സ്ട്രക്ചറോ ഇവയിൽ കാണാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയാണ് ഇവയ്ക്ക് സമാനമായ രൂപശാസ്ത്രം ലഭിച്ചത്? ഒരേപോലത്തെ സാഹചര്യത്തിലുള്ള വിവിധ ഭൂഖണ്ഡങ്ങളിലായി ദശലക്ഷക്കണക്കിന് വർഷത്തെ സ്വതന്ത്ര പരിണാമത്തിന്റെ ഫലമായി ആ സ്ഥലത്തിന് അനുയോജ്യമായ രീതിയിൽ വ്യത്യസ്തമായ അഡാപ്റ്റേഷനുകൾ ഇവയ്ക്കുണ്ടായി. ഗ്രേറ്റ് ഓക്കുകൾക്കും പെൻഗ്വിനുകൾക്കും കറുപ്പും വെളുപ്പും നിറത്തിലുള്ള തൂവലുകളും തടിച്ച ശരീരവും ഫ്ലിപ്പർ പോലുള്ള കാലും ചിറകുകളുമാണുള്ളത്. യഥാക്രമം ശത്രുക്കളിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷ നേടുവാനും വെള്ളത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുവാനുമാണ് ഈ അഡാപ്റ്റേഷനുകൾ ഇവർക്കുണ്ടായത്. അതായത് സമാനമായ കാര്യങ്ങൾക്കായി 2 വ്യത്യസ്ത ഇനം ജീവികൾ ഒരുപോലെ പരിണമിക്കുന്ന കൺവേർജന്റ് എവല്യൂഷനാണ് ഈ രൂപസാദൃശ്യത്തിന് കാരണം. എന്നിരുന്നാലും ഇവ തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയാം. ഗ്രേറ്റ് ഓക്കിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ യഥാർത്ഥത്തിൽ പഫിനുകളും മൂറസ്, ഗില്ലിമോട്ട് എന്നിവയുമാണ്. അതേസമയം പെൻഗ്വിനുകളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ലൂണസ്, പെട്രൽസ്, ആൽബട്രോസ് എന്നിവയുമാണ്. ഇനി ഇവയുടെ വംശം എങ്ങനെ നശിച്ചു എന്ന് പറയാം. 16 മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ആർട്ടിക് പ്രദേശത്ത് ലിറ്റിൽ ഐസേജ് എന്ന ഒരു പ്രതിഭാസം ഉണ്ടായി. ഇത് കാരണം കടൽ തണുത്തുറയുകയും പോളാർ ബിയർ പോലുള്ള ജീവികൾ ഇവയുടെ ആവാസ മേഖലയിലേക്ക് കടന്നു കയറുകയും വൻതോതിൽ ഇവയെ വേട്ടയാടുകയും ചെയ്തു. ഇത് ചെറിയൊരളവിൽ ഇവയുടെ എണ്ണത്തെ കുറച്ചു. എന്നാൽ ഇവയുടെ വംശനാശത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മനുഷ്യനാണ്. ഗ്രേറ്റ് ഓക്കിന്റെ വലിപ്പവും കരയിൽ ഇടതൂർന്ന ബ്രീഡിംഗ് കോളനികൾ രൂപീകരിക്കുന്നതും ഇവയെ മനുഷ്യർക്ക് എളുപ്പമുള്ള ലക്ഷ്യമാക്കി മാറ്റി. ഇതേ കാലയളവിൽ തന്നെ ഇവയെ ആഹാരത്തിനായും തൂവലുകൾക്കായും നിരന്തരമായി മനുഷ്യർ വേട്ടയാടിയിരുന്നു. അവയുടെ തൂവലുകൾ അലങ്കാരത്തിനായും വസ്ത്രനിർമ്മാണത്തിനായും വ്യാപകമായി ഉപയോഗിക്കുന്നത് വേട്ടയാടലിനെ ദ്രുതപ്പെടുത്തുകയും ഇത് കാരണം അവയുടെ പോപ്പുലേഷൻ വളരെയധികം താഴുകയും ചെയ്തു. കൂടാതെ ബ്രീഡിംഗ് സമയത്താണ് ഇത്തരം വേട്ടയാടുകൾ കൂടുതൽ നടന്നിരുന്നത്.
ഇത് പുതിയ തലമുറയുടെ ജനനത്തിലും വൻ ഇടിവുണ്ടാക്കി. മാംസത്തിനൊപ്പം മുട്ടയ്ക്കും തൂവലിനും പ്രചാരമേറിയത് ഇവയുടെ നിലനിൽപ്പിനെ കൂടുതൽ ബാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇവയുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതുകൊണ്ട് 1553 ഇവയെ സംരക്ഷിക്കാൻ നിയമവും കൊണ്ടുവന്നു. തുടർന്ന് 1775 തൂവലുകൾക്കായും മുട്ടയ്ക്കായും ഇവയെ കൊല്ലുന്നവർക്ക് പരസ്യമായി ചാട്ടയടിയും ശിക്ഷയായി നൽകി വന്നു. സമാനമായി 1794 ബ്രിട്ടനും തൂവലുകൾക്കായി ഇവയെ കൊല്ലുന്നത് നിരോധിച്ചു. എന്നിരുന്നാലും 1800കളോടെ തന്നെ ഇവയുടെ പ്രധാന ഐലൻഡുകളിൽ നിന്നും ഇവയെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. അങ്ങനെ ഇവയുടെ എണ്ണത്തിൽ ക്രമാതീതമായി കുറവ് വന്നതുകൊണ്ട് തന്നെ ഇവയുടെ ഇറച്ചിക്കും തൂവലുകൾക്കും ഡിമാൻഡ് വളരെയധികം ഏറി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു പണിക്കാരൻ ഒരു വർഷത്തോളം പണിയെടുത്ത് ലഭിക്കുന്നതിലേറെ പണം ഈ ജീവികളുടെ തൂവലുകൾക്കും മുട്ടകൾക്കും ലഭിക്കുന്നതായി മാറി. ഇത് കാരണം ആളുകൾ ഇവയെ തേടി പിടിച്ച് കൊല്ലുവാനും തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇവയുടെ ഒരു കോളനി മാത്രം അവശേഷിക്കുന്ന തരത്തിലായി. മനുഷ്യന് എത്തപ്പെടാൻ കഴിയാത്ത ക്ലിഫുകളാൽ നിറഞ്ഞ വോൾക്കാനിക് റോക്കിലായതുകൊണ്ടാണ് ഈ കോളനി രക്ഷപ്പെട്ടത്. എന്നാൽ 1830 ഒരു അഗ്നിപർവ്വത സ്ഫോടനം കാരണം ഇത് വെള്ളത്തിനിടയിൽ മുങ്ങിയതുകൊണ്ട് തൊട്ടടുത്തുള്ള ദ്വീപിലേക്ക് ഇവ കൂട്ടത്തോടെ മാറി. നിർഭാഗ്യവശാൽ ഇവിടെ മനുഷ്യർക്ക് കടന്നെത്താൻ വഴിയുണ്ടായിരുന്നു. ഏകദേശം 5 വർഷം വരെ മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ ഇവയ്ക്ക് ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു. എന്നാൽ 1835 ഇവയെ വീണ്ടും മനുഷ്യർ കണ്ടെത്തി. ആ സമയം ഏതാണ്ട് 50ഓളം ഓക്കുകൾ മാത്രമായിരുന്നു ഈ ദ്വീപിലുണ്ടായിരുന്നത്. വംശനാശം നേരിട്ടു എന്ന് കരുതി പല മ്യൂസിയങ്ങളും ഈ ജീവിയുടെ അവശേഷിപ്പുകൾ തേടി നടക്കുകയായിരുന്നു. എന്നാൽ ഈ കോളനിയെ കണ്ടെത്തിയതോടുകൂടി തോലുകൾ നിറച്ച് പ്രദർശിപ്പിക്കാനായി ആളുകൾ ഈ അവശേഷിച്ച ഓക്കുകളെ കൊല്ലുവാൻ തുടങ്ങി. അങ്ങനെ 1844 ജൂൺ 3 അടയിരിക്കുന്നതായി കണ്ടെത്തിയ അവസാന ജോഡി ഓക്കുകളെ ഒരു വ്യാപാരിയുടെ ആവശ്യപ്രകാരം അവർ കൊന്നു. 3 അംഗ സംഘമായിരുന്നു ഇവയെ പിടിക്കാൻ വേണ്ടി ഐലൻഡിലെത്തിയത്. ജോൺ ബ്രാഡ്സണും സിഗുർ എസ്ലീസണും ഓക്കുകളെ കഴുത്തു ഞെരിച്ചു കൊന്നപ്പോൾ കെറ്റിൽസൺ തന്റെ ബൂട്ട് ഉപയോഗിച്ച് അവയുടെ അവസാനത്തെ മുട്ടയും ചവിട്ടിപ്പൊട്ടിക്കുകയും ചെയ്തു. അതോടെ ലക്ഷക്കണക്കിന് വർഷം ഭൂമിയിൽ ജീവിച്ച ഓക്കുകൾ മനുഷ്യർ കാരണം നിസ്സാരമായ വർഷങ്ങൾ കൊണ്ട് ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. നിലവിൽ 78 ഓക്കുകളുടെ തോലുകളും 75 മുട്ടകളും ഓക്കുകളുടെ പൂർണ്ണമായ 24 അസ്ഥികളും അവസാനത്തെ 2 ഓക്കുകളുടെ ആന്തരിക അവയവങ്ങളും മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ഇതാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ജീവിച്ച യഥാർത്ഥ പെൻഗ്വിനുകളുടെ കഥ.